ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബോക്സിൽ എൻ്റെ ഒരുപാട് വർഷത്തെ ഒരു ഡ്രീമാണ് കേട്ടോ. കേൾക്കുമ്പോൾ അത്ര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മിഷനാണിത്. അപ്പോൾ വീട്ടിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള സിംഗിൾ വോണ്ട് വരുന്ന ഒരു കോഫി മെഷീനാണ്. നമുക്കിതിൽ ലാറ്റെ ആർട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 7 വർഷമായിട്ട് ഞാൻ ലാറ്റെ ആർട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ടച്ചൊക്കെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു എക്യുപ്മെൻറ്റ് വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഈ കാറ്റലോഗൊക്കെ നോക്കിയിട്ട് അത് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. പക്ഷേ ഒരുപാട് നാളായിട്ട് എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ഈ ഒരു കോഫി മെഷീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെനക്കെട്ടിരുന്ന് അതെല്ലാം ഫിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കോഫി മെഷീൻ വാങ്ങിച്ച സമയത്ത് നല്ലൊരു കോഫി ബീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ മെഷീനിൽ ഗ്രൈൻഡർ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഈ എസ്പ്രസ്സോ എടുക്കുന്നതും ഗ്രൈൻഡ് ചെയ്യുന്നതും ഒക്കെ ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം അത് പ്രശ്നമായിട്ട് തോന്നിയില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നല്ല രീതിയിലുള്ള എസ്പ്രസ്സോ ഒക്കെ എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പിലൊക്കെ ഉള്ള മെഷീൻ്റെ അത്രയും പവറുള്ള സ്റ്റീം ബോണ്ടല്ല. അതുകൊണ്ട് തന്നെ ചില ടെക്നിക്സൊക്കെ നമ്മൾ മാറ്റിയാൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള മിൽക്ക് നമുക്ക് സ്റ്റീം ചെയ്ത് കിട്ടുള്ളൂ. എസ്പ്രസ്സോ നന്നായി കിട്ടിയെങ്കിലും ഞാൻ മിൽക്ക് സ്റ്റീം ചെയ്തത് എനിക്ക് ഒട്ടും തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലാറ്റെ ആർട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനി ബൈ പ്രാക്ടീസ് ഒരുപാട് ട്രൈ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടെക്നിക്കും പിന്നെ ഇതിൻ്റെ സൗണ്ടൊക്കെ നോക്കണം നമ്മൾ. എങ്ങനെയാണ് മിൽക്ക് സ്റ്റീം ചെയ്യുമ്പോൾ ഒരു പേപ്പർ ടിയറിങ് സൗണ്ടൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ വേണം. അങ്ങനെ കുറേ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ബട്ട് ദെൻ ഇറ്റ് വിൽ ടേക്ക് ടൈം, ഐ നോ ദാറ്റ്. ബട്ട് ഞാൻ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ ആർട്ട് കണ്ടിട്ട് പിള്ളേർക്കൊക്കെ ചിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് അത് സാരമില്ല, നെക്സ്റ്റ് ടൈം അടിപൊളിയാക്കാം നമുക്ക്. പക്ഷേ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. ഇതാ ഫൈനലി നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ട കുഞ്ഞി ഹാർട്ട് സിംഗിൾ ഷോട്ട് എസ്പ്രസ്സോ ആണ്. അതുകൊണ്ടാണ് അതിന് ഇത്ര കളറില്ലാത്തത്. കടുപ്പം കുറഞ്ഞ കോഫിയാണ്. ഇത് ഞാൻ ഡബിൾ ഷോട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. മിൽക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കുറച്ചുകൂടെയൊക്കെ ശരിയാവാനുണ്ട്. ബട്ട് ഐ എം വെരി ഹാപ്പി വിത്ത് ഔട്ട്കം. അപ്പോൾ എൻ്റെ വലിയൊരു ഡ്രീം സാധിച്ചതിൻ്റെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഈ ഒരു ഇയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എവ്രി വൺ. ബൈ.